CPIM നേതാക്കൾക്കെതിരെ പോസ്റ്റുമായി ആറന്മുളയുടെ ചെമ്പട ഫേസ്ബുക്ക് പേജ്. CPIM നേതാവ് A. പത്മകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സനൽകുമാർ എന്നിവർക്കെതിരെയാണ് പോസ്റ്റ്. ഇരുവരും വർഗവഞ്ചകന്മാരാണ് എന്നും പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്നും പോസ്റ്റിൽ ആവശ്യപ്പെടുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ഷിജോ, ലെനിന്റെ ഒരു വാചകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ എന്താണ് ഈ പോസ്റ്റിൽ ആവശ്യപ്പെടുന്നത്? അനുജ, നമ്മൾ കുറേയധികം കാര്യങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചു വേണം ഈ വാർത്തയെ കാണാനായിട്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയൊരു പ്രതിസന്ധിയാണ് പത്തനംതിട്ട ജില്ലയിലെ CPM-നുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് തുടക്കം കുറിച്ചത് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മുതിർന്ന CPM നേതാവും മുൻ MLA-യുമായിരുന്ന KC രാജഗോപാലനാണ്. അദ്ദേഹം ഈ പറയുന്ന ഒരു ഏരിയ സെക്രട്ടറിക്കെതിരെ തുറന്ന ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഏരിയ സെക്രട്ടറി TV സ്റ്റാലിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് CPM പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആറന്മുളയുടെ ചെമ്പട എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഈ പറയുന്ന CPM-ന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള A. പത്മകുമാർ, R. സനൽകുമാർ എന്ന് പറയുന്ന രണ്ട് പേർക്കെതിരെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടിരിക്കുന്നത്. ഈ പറയുന്ന രണ്ടാളുകളും വലിയ തരത്തിൽ CPM-ന്റെ പേരിൽ അഴിമതി നടത്തിയ ആളുകളാണ്. സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനൽകുമാർ വലിയ തരത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാർ നടത്തിയത് അഴിമതിയാണ്. അപ്പോൾ അഴിമതിക്ക് കുടപിടിക്കുന്ന ആളുകളെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഇവർ രണ്ടുപേരും വർഗവഞ്ചകരാണ് എന്നുള്ള കാര്യമാണ് ആറന്മുളയുടെ ചെമ്പട എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഇപ്പോൾ അവർ ആക്ഷേപിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ CPM-നുള്ളിൽ വലിയ തരത്തിലുള്ള ഒരു വിഭാഗീയത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന് തുടക്കം കുറിച്ചത് KC രാജഗോപാലനാണ്. KC രാജഗോപാലൻ നേരത്തെ ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ മൂട് താങ്ങുന്നവരുടെ ഒരു പാർട്ടിയായിട്ട് മാറി. മൂട് താങ്ങുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക്, അതായത് ബ്രാഞ്ച് സെക്രട്ടറിയെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ മൂട് താങ്ങുന്ന ആളുകളെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരിക, ജില്ലാ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന ആളുകളെ അവർക്ക് മൂട് താങ്ങുന്നവർക്ക് ഒപ്പം നിൽക്കുക. അങ്ങനെ ഒരു വർഗവഞ്ചകരെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് മാറുന്നു, മൂട് താങ്ങുന്നവരെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറുന്നു. അങ്ങനെ അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ KC രാജഗോപാലിനെതിരെയും ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന പ്രകാശ് ബാബു അടക്കം KC രാജഗോപാലിനെതിരെ വിമർശനമായിട്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ പത്തനംതിട്ട ജില്ലയിൽ CPM-നുള്ളിൽ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 18-ം തീയതി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പരിശോധിക്കുകയും അതിന് അനുചിതമായ പ്രതികരണം വന്നത് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നല്ലോ ഷിജോ. പ്രത്യേകിച്ച് ഇദ്ദേഹം ഉന്നയിച്ച മുൻ MLA രാജഗോപാലൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉൾപ്പെടെ അത് പരിശോധിക്കും എന്നാണല്ലോ അല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ അനുജ, തീർത്തും അനുചിതമായിട്ടുള്ള ഒരു സമയത്താണ് KC രാജഗോപാലൻ ഇത്തരം ഒരു പരസ്യ പ്രതികരണം നടത്തിയത് എന്നുള്ള വിലയിരുത്തൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റിനുണ്ട്. അപ്പോൾ അത് അക്കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുമോ, അതല്ല എങ്കിൽ KCR-ൽ നിന്ന് ഈ പറയുന്ന ഒരു വിശദീകരണം വാങ്ങുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വിശദീകരണം വാങ്ങേണ്ട സാഹചര്യം വന്നാൽ അത് വാങ്ങിക്കും. കാരണം അത് തൃപ്തികരമല്ല എങ്കിൽ നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ജില്ലാ സെക്രട്ടറി പറയാതെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ജില്ലയിലെ CPM-നുള്ളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയത പരിഹരിക്കേണ്ടത് ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചുകൊണ്ട് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും എന്നുള്ള കാര്യമാണ് രാജു അബ്രഹാം പറഞ്ഞത്. അതായത് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, കാരണം നേരത്തെ ഭരിച്ചിരുന്ന 2 നഗരസഭകൾ കൈവിട്ടുപോയി. ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയും അടൂരിലെയും നഗരസഭകൾ കൈവിട്ടുപോയി. ജില്ലാ പഞ്ചായത്തിലേക്ക് ഉണ്ടായിരുന്ന മൃഗീയ ഭൂരിപക്ഷം കുറഞ്ഞു പോകുന്നു. അതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കളടക്കം ഈ പറയുന്ന വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നു. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം ഇഴകീറി പരിശോധിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതാണ്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തിരിച്ചടിക്ക് അപ്പുറത്തേക്ക് വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പേ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഫേസ്ബുക്ക് പേജിലാണ് അവരുടെ പോസ്റ്റ്. അത് ചിത്രങ്ങൾ സഹിതമാണ്, 2 നേതാക്കളുടെ ചിത്രങ്ങൾ സഹിതമാണ്. അവർ വർഗവഞ്ചകരാണ്, അവിടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.